മനതാരിലെന്നും മഞ്ഞിൻ കണം പോൽ അലിയുന്ന നിറവാർന്ന ചൈതന്യമേ, കുളിർമാരി പെയ്തൻ വേനൽ തടങ്ങളിൽ കല്ലോലിനി തീർത്ത മഴമേഘമേ, ഹൃദയത്തിനുള്ളിലെ ഇരുളാർന്ന വീതിയിൽ പൂനിലാവായി നീ ഒഴുകേണമേ. മനതാരിലെന്നും മഞ്ഞിൻ കണം പോൽ അലിയുന്ന നിറവാർന്ന ചൈതന്യമേ. മരങ്ങളാലിളകുന്ന ചില്ല പോൽ നിൻ സ്വരം കേട്ടെൻ മനം തുടിച്ചു. ദലമർമരങ്ങളാലിളകുന്ന ചില്ല പോൽ നിൻ സ്വരം കേട്ടെൻ മനം തുടിച്ചു. ഒരിക്കലും വിട്ടു പിരിയാത്ത സ്നേഹമേ, എന്നാവു നിൻ ഗീതകങ്ങൾ പാടും. ഒരിക്കലും വിട്ടു പിരിയാത്ത സ്നേഹമേ, എന്നാവു നിൻ ഗീതകങ്ങൾ പാടും. മനതാരിലെന്നും മഞ്ഞിൻ കണം പോൽ അലിയുന്ന നിറവാർന്ന ചൈതന്യമേ. ദലമർമരങ്ങളാലിളകുന്ന ചില്ല പോൽ നിൻ സ്വരം കേട്ടെൻ മനം തുടിച്ചു. ദലമർമരങ്ങളാലിളകുന്ന ചില്ല പോൽ നിൻ സ്വരം കേട്ടെൻ മനം തുടിച്ചു. ഒരിക്കലും വിട്ടു പിരിയാത്ത സ്നേഹമേ, എന്നാവു നിൻ ഗീതകങ്ങൾ പാടും. ഒരിക്കലും വിട്ടു പിരിയാത്ത സ്നേഹമേ, എന്നാവു നിൻ ഗീതകങ്ങൾ പാടും. മനതാരിലെന്നും മഞ്ഞിൻ കണം പോൽ അലിയുന്ന നിറവാർന്ന ചൈതന്യമേ, കുളിർമാരി പെയ്തൻ വേനൽ തടങ്ങളിൽ കല്ലോലിനി തീർത്ത മഴമേഘമേ, ഹൃദയത്തിനുള്ളിലെ ഇരുളാർന്ന വീതിയിൽ പൂനിലാവായി നീ ഒഴുകേണമേ. മനതാരിലെന്നും മഞ്ഞിൻ കണം പോൽ അലിയുന്ന നിറവാർന്ന ചൈതന്യമേ.
എന്നോടുള്ള നിൻ സർവ നന്മകൾക്കായി ഞാൻ എന്തോ ചെയ്യേണ്ടു നിനക്കേശുപരാ ഇപ്പോഴെന്തോ ചെയ്യേണ്ടു നിനക്കേശുപരാ നന്ദി കൊണ്ടെൻ്റെ ഉള്ളം നന്ദി നിറയുന്നേ സന്നാമോടെ സ്തുതി പാടിടുന്നേ ദേവസന്നാമോടെ സ്തുതി പാടിടുന്നേ മന്നേടത്തിലടിയാൻ ജീവിക്കും നാളെന്നും വന്ന് നാം ചെയ്യും തിരുനാമത്തിന് ദേവ വന്ന് നാം ചെയ്യും തിരുനാമത്തിന് പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറയപ്പെട്ടിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഉദ്ധിക്കപ്പെട്ടവരെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഉദ്ധിക്കപ്പെട്ടവരെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഉദ്ധിക്കപ്പെട്ടവരെ ഞങ്ങളോട് കരുണ ചെയ്യണം. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ അവസാനവും ശുശ്രൂഷയും കഴിക്കട്ടെ. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെ ആത്മാവോട് രക്ഷിച്ചുകൊള്ളണമേ. എന്നുള്ള രാജ്യവും ശക്തിയും മാത്രം കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. വാഴ്ത്തപ്പെട്ടവളാകുന്നു നമ്മുടെ വാഴ്ത്തപ്പെട്ടവനാകുന്നു. വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തിലും ദൈവതമ്മിലാണമേ അപേക്ഷിച്ചോളണമേ. ആമീൻ. ഞങ്ങളെ അളവറ്റ് സ്നേഹിക്കുകയും വഴി നടത്തുകയും ചെയ്യുന്ന ദൈവമായ കർത്താവേ, നിങ്ങൾക്ക് ഒരുമിച്ച് കൂടുവാൻ തക്കവണ്ണം സാഹചര്യത്തെ അവിടുന്ന് ക്രമീകരിച്ചിരിക്കുന്നു. സ്വർഗീയ വാഴുകളാൽ സന്നിഹിതരായിരിക്കുന്ന ഏവരെയും നിറയ്ക്കണമേ. ഇന്നേ ദിവസം വിവാഹത്തിനായി ഒരുങ്ങി പുറപ്പെടുന്ന നിയുക്ത മണവാളനായ ദാസിനെയും മാതാപിതാക്കളെയും ബന്ധുമിത്രാദികളെയും തിരുസന്നിധിയെ സമർപ്പിക്കുന്നു. അപേക്ഷയും വ്യാധിനെയും കൊടുക്കുന്നു. നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന പ്രകാരം മക്കളുടെ വിവാഹം നടന്ന കുടുംബജീവിതത്തിലായിരിക്കാൻ തക്കവണ്ണം സഹായങ്ങളെ ചെയ്തു കൊടുക്കണമേ. മകന് വേണ്ടി ജീവിത പങ്കാളിയാകുവാൻ തക്കവണ്ണം അവൾ ക്രമീകരിച്ചിരിക്കുന്ന മകളെയും മാതാപിതാക്കളെയും ബന്ധുമിത്രാദികളെയും വാഴ്ത്തി അനുഗ്രഹിക്കണമേ. യാത്രയിൽ നിന്ന് സാന്നിധ്യം ഉണ്ടാകണമേ. കുടുംബജീവിതം ദൈവരാജ്യത്തിൻ്റെ ചെറിയ പതിപ്പാകുന്നതല്ലോ. ആ കുടുംബജീവിതത്തിൽ ദൈവരാജ്യത്തിൻ്റെ നല്ല അനുഭവത്തിലായിരിക്കാൻ തക്കവണ്ണം മക്കളെ അനുഗ്രഹിക്കണമേ. സന്തോഷകരമായ കുടുംബജീവിതത്തിലായിരിക്കാൻ അവിടുന്ന് കൃപകളെ ചൊരിഞ്ഞു കൊടുക്കണമേ. അബ്രഹാം ഇസ്ഹാക്കിനെയും ഇസ്ഹാക്ക് യാക്കോബിനെയും യാക്കോബ് തൻ്റെ മക്കളെ അനുഗ്രഹിച്ച ദൈവിക അനുഗ്രഹങ്ങളും നൽവരങ്ങളും ഈ മകനും പ്രദാനം ചെയ്യണമെന്ന് യാചിക്കുന്നു. ഇത്രത്തോളം ആക്കി തീർക്കുവാൻ തക്കവണ്ണം മാതാപിതാക്കളും ബന്ധുമിത്രാദികളും മാധ്യമങ്ങളായി പരിരക്ഷിച്ചുവല്ലോ. മാതാപിതാക്കളെയും ബന്ധുമിത്രാദികളെയും തിരുസന്നിധിയെ സമർപ്പിക്കുന്നു. മുമ്പോട്ടുള്ള കാര്യങ്ങളിലും അനുഗ്രഹത്തോടെ നടക്കുവാൻ തക്കവണ്ണം കൃപകളെ അവിടുന്ന് പ്രദാനം ചെയ്യണമെന്ന് യാചിക്കുന്നു. സ്വർഗീയ വാഴ്വുകളാൽ നിറയ്ക്കണമേ. കാനാവിലെ കല്യാണ വിരുന്നിൽ എഴുന്നള്ളി അവിടെ സംഭവിക്കാമായിരുന്ന കുറവുകളും കുറ്റങ്ങളും പരിഹരിച്ച് കുടുംബജീവിതത്തിന് അവിടുന്ന് ഭദ്രതയെ പ്രദാനം ചെയ്തു. ദൈവമായ കർത്താവേ, ന്യൂനതകളെയും കുറവുകളെയും കുറ്റങ്ങളെയും പരിഹരിക്കുവാൻ തക്കവണ്ണം
അവിടുന്ന് പ്രവർത്തിക്കണമേ. അവിടുന്ന് സന്നിഹിതൻ ആയിരിക്കണമേ. നീ തന്നെ നായകൻ ആയിരിക്കണമേ. വിശ്വാസികളായ വാങ്ങിപ്പോരെ, ഒറ്റകാൽ കുടുംബത്തിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസികളായ പൂർവ്വരെ എല്ലാവരെയും തിരുസന്നിധിയെ സമർപ്പിക്കുന്നു. ആ പൂർവികളുടെ ദൈവിക സാന്നിധ്യവും ആത്മസാന്നിധ്യവും നൽവരങ്ങളും കൃപകളും അനുഗ്രഹങ്ങളും ദാസരിലും ഉണ്ടാകണമേ എന്ന് യാചിക്കുന്നു. സകല വിശ്വാസികളായ വാങ്ങിപ്പോരെയും സ്വർഗീയയും നിത്യസ്മരണയിൽ പ്രദാനം ചെയ്ത് വസിപ്പിക്കണമേ. പരിശുദ്ധ ദൈവമാതാവായ കന്യക മർത്തമറിയാനും ഭാരത അപ്പസ്തോലിക പിതാവായ മാർ തോമാശ്ലീഹായുടെ ഇടവകയുടെയും ഭവനത്തിൻ്റെയും കാവലായിരിക്കുന്ന മാർ ഗ്യൂരീശ്വറായി, മലങ്കരയുടെ പരിശുദ്ധരായ മാർ ഗ്രിഗോറിയോസിൻ്റെയും ദിവന്നാസോസിൻ്റെയും ശേഷം സകല ശുദ്ധിമാന്മാരുടെയും ശുദ്ധിമതികളുടെയും മധ്യസ്ഥതയാലും അപേക്ഷാലും കൃപയും കരുണയും ചെയ്യണം. വാങ്ങിപ്പോയവരോടൊപ്പം നിനക്കും പിതാവിനും പരിശുദ്ധ റൂഹായിക്കും നിങ്ങൾ സ്തുതിയും സ്തോത്രവും തിരയിക്കും, ഇപ്പോഴും എല്ലായ്പ്പോഴും ഇന്നും എന്നേക്കും തന്നെ. ആമേൻ. പിതാവാം ദൈവമേ, നിന്റെ സ്നേഹവും ഏകജാതനായ പുത്രാനിൻ്റെ കൃപയും പരിശുദ്ധ റൂഹായാം ദൈവമേ നിന്റെ സംബന്ധവും സഹവാസവും ഞങ്ങളെല്ലാവരോടും വിവാഹത്തിൻ്റെ വിശുദ്ധ അവസ്ഥയിലേക്ക് പ്രവേശിക്കുന്ന നിന്റെ പ്രിയപ്പെട്ട മകനോടും മകളോടും ഇരു കുടുംബാംഗങ്ങളെല്ലാവരോടും ഈ വിവാഹ ഉദ്ദേശ സംബന്ധിക്കുന്ന എല്ലാവരോടും കൂടെയും ഇന്ന് നന്നാൾ ഉണ്ടായിരിക്കുമാറാകണമേ. തിരുനാൾ ബലി തിരുനാൾ ബലി തിരുവത്താഴത്തിൻ ഓർമ്മ ബലി. തിരുനാൾ ബലി തിരുനാൾ ബലി തിരുവത്താഴത്തിൻ ഓർമ്മ ബലി. അനുയാത്ര ചെയ്യും ശിഷ്യർക്കായി നാഥൻ അനുവദിച്ചേകിയൊരാത്മബലി. അനുയാത്ര ചെയ്യും ശിഷ്യർക്കായി നാഥൻ അനുവദിച്ചേകിയൊരാത്മബലി. തിരുനാൾ ബലി തിരുനാൾ ബലി തിരുവത്താഴത്തിൻ ഓർമ്മ ബലി. ജീവകങ്ങളാം വചസ്സുകൾ കേൾക്കാം, ഉദ്ദീപ്തമാക്കിടാം ജീവിതത്തെ.
ജീവകങ്ങളാം വചസ്സുകൾ കേൾക്കാം. ഉദ്ദീപ്തമാക്കിടാം ജീവിതത്തെ, തെളിച്ചെടുക്കാം വീണ്ടും ആത്മശോഭകൾ. കർമ്മപഥത്തിലേക്കിനിയും നമുക്ക് പോകാം. തെളിച്ചെടുക്കാം വീണ്ടും ആത്മശോഭകൾ. കർമ്മപഥത്തിലേക്കിനിയും നമുക്ക് പോകാം. അനുഭവിക്കാം നമുക്കേശുവിൻ തിരുമൊഴി, അനുസരിക്കാം നമുക്കവിടുത്തെ വാക്കുകൾ. അനുഭവിക്കാം നമുക്കേശുവിൻ തിരുമൊഴി, അനുസരിക്കാം നമുക്കവിടുത്തെ വാക്കുകൾ. തിരുനാൾ ബലി, തിരുനാൾ ബലി, തിരുവത്താഴത്തിൻ ഓർമ്മ ബലി. തിരുനാൾ ബലി, തിരുനാൾ ബലി, തിരുവത്താഴത്തിൻ ഓർമ്മ ബലി. അനുയാത്ര ചെയ്യും ശിഷ്യർക്കായി നാഥൻ അനുവദിച്ചേകിയൊരാത്മബലി. അനുയാത്ര ചെയ്യും ശിഷ്യർക്കായി നാഥൻ അനുവദിച്ചേകിയൊരാത്മബലി. തിരുനാൾ ബലി, തിരുനാൾ ബലി, തിരുവത്താഴത്തിൻ ഓർമ്മ ബലി. ആരംഭിക്കുവാൻ പോവുകയാണ്. ഈ കൂദാശയെ സംബന്ധിക്കുവാൻ വന്നിരിക്കുന്ന എല്ലാ ആളുകളും പള്ളിയകത്തേക്ക് കയറി ഭക്തിയോടെ പ്രാർത്ഥനാപൂർവ്വം നിൽക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു.
സ്വാതന്ത്ര്യം നൽകുകയും ചെയ്ത സ്വർഗീയ മണവാളന് സ്തുതി. തന്റെ സഭയുടെ വിവാഹവിരുന്നിലേക്ക് എല്ലാ വിജാതികളെയും സ്വജാതികളെയും ദീർഘദർശിമാരെയും സ്നേഹന്മാരെയും സകലവംശങ്ങളെയും ക്ഷണിച്ചവനായി കർത്താവ് വാഴ്ത്തപ്പെടുവാനാകുന്നു. തന്റെ ദാസരുടെ മോതിരവാഴിന്റെ സമയത്തും സകലവിരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങളായോടുകൂടിയിരിക്കുന്ന ദിവസങ്ങളൊക്കെയും സ്തുതിയും ബഹുമാനവും ആരാധനയും അവിടുത്തേക്ക് യോഗ്യമാകുന്നു. മനുഷ്യരുടെ സർവവിജ്ഞാനത്തിൽ നിന്നും ഉയർന്ന അവയ്ക്കതീതനായിരിക്കുന്നവനും സദാ നന്മകളിൽ സമ്പന്നനും തെന്മകളിൽ നിന്ന വിദൂരനും ദൈവികാനുഗ്രഹങ്ങളുടെ ഉറവയുമായ ദൈവമേ, നീ അനശ്വരമായ വെടിപ്പുള്ള മോനും അനാഗ്രതമായ നിലയിൽ എല്ലാവിധ നഷ്ടതകൾക്കും മരണത്തിനും അതീതനുമാകുന്നു. തന്റെ സൃഷ്ടിയെ അലങ്കരിച്ച് ശ്രേഷ്ഠമാക്കുകയും കരുണയോടെ സഹായിക്കുകയും അതിന്റെ ശക്തിക്ക് തക്കവണ്ണം നിന്നിലുള്ളതായ അതിന്റെ വിശ്വാസത്തെ മഹാമനസ്കതയോടെ അംഗീകരിക്കുകയും ചെയ്തവൻ നീയാകുന്നു. നിന്റെ വിശുദ്ധ സഭയ്ക്ക് നശിച്ചു പോകാത്ത വിധത്തിൽ നീ അനുഗ്രഹങ്ങൾ നൽകുകയും പരിമളവാസന കൊണ്ടാലയോടെ അതിനെ നൽകുകയും ചെയ്തു. നിന്റെ ദൈവിക ഐശ്വര്യങ്ങൾ കൊണ്ട് കുറവ് വരാതിരിക്കുമാറാ നീ അതിനെ ഐശ്വര്യപ്പെടുത്തി. ബഹുത്വ വസ്ത്രം നീ അതിനെ ധരിപ്പിച്ച വെള്ളം കൊണ്ടും ആത്മാവ് കൊണ്ടും അതിനെ വിവാഹനിശ്ചയം നടത്തി. അതിനെ നിനക്ക് വധുവാക്കി തീർക്കുകയും ശത്രുവിന്റെ തലയിൽ ശക്തിയോടെ ചവിട്ടുകയും ചെയ്തു. ജയകരമായ നിന്റെ ശരീരരക്തങ്ങൾ അതിന് മോചനമായിട്ട് വെടിപ്പോടെ നൽകി. അതിനെ നീ സന്തോഷിപ്പിച്ച അതിന്റെ യോഗ്യതയേറിയ പ്രകാശത്താൽ മഹിമയോടെ പ്രകാശിപ്പിച്ചു. ദൈവികമായി നീ അതിന് നൽകിയ നൽവരത്താൽ നിന്റെ മോടെ അതിനെ വസിപ്പിച്ചു. പരിശുദ്ധാശ്ലേഖന്മാർ മുഖാന്തരം ക്രമമായി അതിന് പൂർണ്ണത നൽകുകയും ചെയ്തു. ഭാര്യാഭർത്താക്കന്മാരുടെ സന്തോഷം മോചനങ്ങളാൽ പൂർത്തീകരിക്കപ്പെടുകയും വിവാഹം ചെയ്യപ്പെട്ടിരിക്കുന്നവരുടെ ആനന്ദം മോചനങ്ങളിൽ കൂടി ഏകീകരിക്കപ്പെടുകയും ചെയ്യണമെന്ന് നിശ്ചയിച്ചവൻ നീയാകുന്നു. ദൈവമായ കർത്താവേ, ഇപ്പോൾ നീ വന്നിരിക്കുന്ന ഈ മോചനങ്ങളെ നീ സന്തോഷപൂർവ്വം അനുഗ്രഹിക്കണമേ. ഈ മോചനങ്ങളെ നീ അനുഗ്രഹിക്കുകയും ശാപമായിരുന്നതായതിനാൽ വിശുദ്ധമായി തീരുവാൻ സംഗതിയാക്കുകയും ചെയ്യണമേ എന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ദൈവമായ കർത്താവേ, നിന്റെ വിശുദ്ധ സഭയുടെ മോചനത്തെ നീ അനുഗ്രഹിച്ചതുപോലെ നിന്റെ ദൈവിക അനുഗ്രഹങ്ങളാൽ ഈ മോചനങ്ങളെയും വാഴ്ത്തണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പുത്രനായ ഈ മണവാളനും പുത്രിയായ ഈ മണവാട്ടിയും ഞാൻ സമ്പൂർണ്ണനും നിറമുള്ളവരുമായി തീരുവാനിടയാക്കണമേ. കർത്താവേ, ഇവരുടെ വിവാഹം സകല മാലിന്യങ്ങളിൽ നിന്നും മ്ലേച്ഛതകളിൽ നിന്നും ആകുന്നിരിക്കുവാൻ കൃപയോടെ നീ സന്നിധിയാക്കണമേ. ദൈവമായ കർത്താവേ, ഇഹത്തിലും വരത്തിലും അക്ഷയമായ വിധം ഇവരെ നീ സന്തോഷിപ്പിക്കുവാനാകണമേ. നശ്വരമായ ഈ മണവറയുടെ ആയുഷ്കാലം മുഴുവനും വിവിധ തരത്തിൽ ഇവരെ അലങ്കരിക്കുകയും വീരന്മാരും മാലാഖമാരും ഇടപെടാതെ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്വർഗീയ മണവറയിലേക്ക് കരുണയോടെ ഇവരെ അറിയിക്കുകയും ചെയ്യണമേ. കർത്താവേ, മുമ്പാകസന്നിഹിതരായിരിക്കുന്ന ഈ ജനക്കൂട്ടത്തെയും പാപങ്ങളിൽ നിന്നും മ്ലേച്ഛതകളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും പ്രമാദങ്ങളിൽ നിന്നും സ്നേഹത്തോടെ നീ സ്വതന്ത്രരാക്കിക്കൊള്ളണമേ. ഇവർ നിന്നാൽ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ വാഴ്ത്തുകയും നിന്റെ മുമ്പാകെ നിന്ന് ഇടപെടാതെ നിന്നെയും നിന്റെ പിതാവിനെയും നിന്റെ പരിശുദ്ധ റൂഹായെയും സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. Shimon Yo and
ആത്മാർത്ഥമായ സ്നേഹവും യോജിപ്പും ശാന്തിയും വികാരഭരിതമല്ലാത്തമാകണമേ. ആത്മാവിലും ശരീരത്തിലും പരസ്പരം സംരക്ഷിക്കുവാൻ ഇവർക്ക് ശക്തി നൽകണമേ. ഇവർ നിലനിൽക്കുന്ന എല്ലാവർക്കും വിശുദ്ധമായിരിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനാകണമേ. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വലത്ത് കൈ കരുണയോടെ നിങ്ങളിലേക്ക് നീട്ടപ്പെടുകയും നിന്റെ വാനിശീലുള്ള ഈ മോദത്തോടുകൂടി അവിടുത്തെ അനുഗ്രഹവും നിനക്ക് ലഭിക്കുകയും ചെയ്യുമാറാകട്ടെ. കൃപനിറഞ്ഞതും അനുഗ്രഹപ്രദവുമായ ഈ വലം കൈ ആയുഷ്കാലം മുഴുവൻ നിന്നോട് കൂടെ ഉണ്ടായതിനെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ അനുഗ്രഹപൂർണമായ വലത്ത് കൈ അദൃശ്യമായി നിങ്ങളിലേക്ക് നീട്ടപ്പെടുകയും വിശുദ്ധ സ്ത്രീഹന്മാർ നിന്നപോലെ പിതാവിന്റെ കയ്യിലുള്ള നിശ്ചയത്തിനുള്ള ഈ മോചനം നീ പ്രാപിക്കുകയും ചെയ്യുമാറാകട്ടെ. ആത്മശരീരങ്ങളുടെ സ്വസ്ഥതയോടും ഹൃദയ സന്തോഷത്തോടും കൂടെ പിതാവിനും പുത്രനും പരിശുദ്ധ റുഹായിക്കും നീ സ്തുതി കരയേറ്റുകയും ചെയ്യുമാറാകട്ടെ. ഓശോ വകുല സുബാനില വൽമീ പരിശുദ്ധ സഭയുടെ സന്തോഷത്തെ തന്റെ മിശിഹാമൂലം പൂർത്തീകരിച്ച ദൈവമായ കർത്താവ് പരസ്പര വിവാഹം നിശ്ചയം കഴിഞ്ഞിരിക്കുന്നതായി നമ്മുടെ മക്കളെ സത്യത്തിലും നീതിയിലും സമ്പൂർണ്ണരാക്കുകയും ഇവ ധരിച്ചിരിക്കുന്നതായി മോചനങ്ങളോടുകൂടെ സൗഖ്യ അനുഗ്രഹങ്ങൾക്ക് നൽകുകയും പരിഭാഗിയാൽ അലങ്കരിക്കുകയും വിനയത്താലുകളെ ശ്രേഷ്ഠരാക്കുകയും ചെയ്യട്ടെ. ഇതാത്തിന്റെയും പ്രവേക്കാരുടെയും വിവാഹ നിശ്ചയത്തെയും സ്വർണ്ണാഭരണങ്ങളാൽ പൂർത്തീകരിച്ചതുപോലെയും നീതിയാകുന്ന മോചനങ്ങൾ കൊണ്ട് ഇവരെയും ദൈവം പൂർണ്ണരാക്കട്ടെ. മണവാളനെ തന്റെ രക്ഷയാൽ ആനന്ദിപ്പിക്കുകയും മണവാട്ടിയെ ശാശ്വതവും അക്ഷയവുമായ മനോഹര ഭൂഷണങ്ങളാൽ അലങ്കരിക്കുകയും ചെയ്യട്ടെ. സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുള്ള അലങ്കാരങ്ങളെക്കാൾ മഹിമയേറി വെടിപ്പിൽ മുദ്രകൊണ്ട് അലങ്കരിക്കപ്പെടുമാറാകട്ടെ. ഇവരുടെ അന്യോന്യബന്ധവും ചേർച്ചയും ദൈവത്തിന്റെ പ്രീതിക്കും യോഗ്യമായ വിധത്തിലുള്ള സ്വഭാവം വളർച്ചയ്ക്കും ഉതരുവാൻ കർത്താവ് സംഗതിയാക്കട്ടെ. സകല കപട സ്നേഹത്തെയും ഇവർ നീക്കിക്കളഞ്ഞ് അന്യോന്യം സ്നേഹിപ്പാനായി സ്നേഹാഗ്നിയുള്ള ഇവരുടെ ഹൃദയങ്ങളെ ഉദ്വേലിപ്പിക്കട്ടെ. അക്ഷയമായ സൗന്ദര്യം കൊണ്ട് ഇവരെ അലങ്കരിക്കട്ടെ. ദുരഭരങ്ങളായ പുഷ്പങ്ങളെക്കാൾ സൗരഭ്യമേറിയ പരിപാലനയും ഇവരുടെ മനസാക്ഷിയെ നയിക്കുവാൻ സംഗതിയാക്കട്ടെ. മനുഷ്യവർഗത്തെ വിദ്വേഷിക്കുന്ന അസൂയാലുക്കളായ ദുഷ്ടമനുഷ്യരുടെ കൈകളിൽ നിന്ന് ദൈവം ഇവരെ സംരക്ഷിക്കട്ടെ. പാവനമായ വിവാഹത്തിൽ നിർമ്മലമാർഗത്തെ വഷളാക്കുന്ന ദുഷ്ടാത്മാക്കളിൽ നിന്ന് ഇവരെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. കർത്താവ് തന്റെ സന്നിധിയിൽ നല്ല കാര്യങ്ങളും അനുഗ്രഹപൂർണമായ സംവത്സരങ്ങളും ഇവർക്ക് നൽകുമാറാവട്ടെ. ദൈവമായ കർത്താവേ, നിന്റെ മഹിമയുടെ മുമ്പാകെ നിൽക്കുന്ന ബലഹീനരും പാപികളുമായ നിന്റെ അടിയാചാർന്ന് ഞങ്ങളുടെ പ്രാർത്ഥനകളെ നീ കേൾക്കണമേ. ഇവർക്ക് അനുഗ്രഹീത സന്താനങ്ങളെയും സൗഭാഗ്യകാലങ്ങളെയും നൽകണമേ. ചക്രവർത്തിയുള്ള സമ്പാദ്യമൊക്കെ നീ വർദ്ധിപ്പിക്കണമേ. നിന്നിലുള്ള സത്യവിശ്വാസത്തിൽ വരെ നീ സ്ഥിരപ്പെടുത്തണമേ. Yeah.
വധുവന്മാരെയും വന്യവൈദികരെയൊക്കെ പ്രാർത്ഥിച്ച സഹോദരികളെ, അത്യന്തം സന്തോഷകരമായ ദിവസമാണ് ഇന്ന്. പ്രത്യേകിച്ച് തിരുമേനി എത്രാം സ്ഥാനത്തേക്ക് അവലോചിക്കപ്പെട്ട് അതിൻ്റെ വാർഷികമായിരുന്നു ഇന്ന് അത് പ്രത്യേകമായി തിരുമേനി വിശുദ്ധ കുർബാന അർപ്പിച്ച് അതിൻ്റെ സന്തോഷത്തിൻ്റെയും കൃതജ്ഞതയുടെയും നിറവിലാണ് തുടർന്ന് ഈ വിവാഹ ശുശ്രൂഷ ഇവിടെ അദ്ദേഹം നടത്തുന്നത്. അത് വളരെ അനുഗ്രഹീതമായ സന്തോഷകരമായ ഒരു കാര്യമാണ്. ആദ്യം തന്നെ തിരുമേനിക്ക് എല്ലാ വിധമായിരിക്കുന്ന കൃപകളും ഉയരത്തുന്ന ദൈവം ചൊല്ലിയട്ടെ എന്ന് ഞാൻ സമയത്ത് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷ മുഖാന്തരം ഒരു പുതിയ കുടുംബം ഇന്ന് രൂപപ്പെടുകയാണ് ചെയ്യുന്നത്. എന്താണ് ഒരു വൈദികന്റെ കുടുംബവും ഒരു അവൈദികന്റെ കുടുംബവും തമ്മിലുള്ള വ്യത്യാസം? ബന്ധങ്ങളിൽ ഒരു വ്യത്യാസവുമില്ല. രണ്ടു കുടുംബങ്ങളും വൈദികന്റെയും അവൈദികന്റെയും കുടുംബ ബന്ധങ്ങൾ ഒന്നുപോലെ തന്നെയാണ്. പ്രസിഡന്റിന്റെ കുടുംബമാണ് ദ ഫസ്റ്റ് ഫാമിലി ഓഫ് ദ നേഷൻ എന്ന് പറയും. രാഷ്ട്രത്തിന്റെ പ്രഥമ കുടുംബമാണ് രാഷ്ട്രപതിയുടെ കുടുംബം എന്ന് നമ്മൾ പറയും. എന്നതുപോലെ ഒരു ഇടവകയുടെ പ്രഥമ കുടുംബം എന്ന് പറയുന്നത് അവിടുത്തെ വികാരിയുടെ കുടുംബമാണ്. ബന്ധങ്ങൾ ശിഥിലമായിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് നാം കാണുന്നത്. വളരെ അധികം ഭാര്യാഭർത്ത ബന്ധത്തിലുള്ള ശൈത്യത്തിൽ മക്കളുടെയും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധങ്ങളിലുള്ള വിള്ളൽ ഇങ്ങനെ അധികം നമ്മുടെ സമൂഹത്തെ അൽപ്പിക്കൊണ്ടിരിക്കുന്നത് കുടുംബ തകർച്ചയാണ്. അവിടെ ഒന്ന് നോക്കിക്കാണുവാൻ, ഒരു റോൾ മോഡലായി എടുക്കുവാൻ, അവർക്ക് പ്രതീക്ഷയോടെ കടന്നെത്തി അവർക്ക് പ്രചോദനം പ്രാപിക്കുവാൻ ആരുടെ കുടുംബമാണ് ഉള്ളത്, ആരുടെ കുടുംബമാണ് ഉണ്ടാകേണ്ടത്? നിശ്ചയമായിട്ടും ഒരു വൈദികന്റെ കുടുംബമായിരിക്കണം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. പുതിയ നിയമത്തിൽ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ ഒരു കുടുംബത്തെ പ്രത്യേകമായി ചൂണ്ടിക്കാണിക്കുവാനായിട്ടുണ്ട്. അത് വൈദികന്റെ കുടുംബമല്ല എങ്കിൽ തന്നെയും ഒരു ക്രിസ്തീയ പ്രവർത്തകന്റെ കുടുംബമാണ്. നാം അപ്പോസ്തല പ്രവൃത്തികളിലും അതുപോലെ തന്നെ പൗലോസിന്റെ കത്തുകളിലും ആ കുടുംബത്തെ പറ്റി വായിക്കുന്നുണ്ട്. അക്കുല ക്രിസ്തീയ ബന്ധങ്ങളുടെ കുടുംബം, അത് നമുക്ക് ആർക്കും പ്രചോദനം നൽകുവാൻ, പ്രത്യേകിച്ച് ക്രിസ്തീയ പ്രവർത്തകർക്ക്, വൈദികർക്ക് അവരുടെ കുടുംബജീവിതത്തിൽ വളരെയധികം പ്രചോദനം നൽകുവാൻ പല സത്യങ്ങളും ആ കുടുംബത്തിൽ നിന്ന് മനസ്സിലാക്കുവാനുണ്ട്. ഒന്ന്, അവർ ഇരുവരെയും ഒരുമിച്ച് മാത്രമേ എപ്പോഴും പരാമർശിക്കുന്നുള്ളൂ. അത്രമാത്രം ഇവരെ അടുപ്പമുള്ള ഒരു കുടുംബമായിരുന്നു അത് എന്നുള്ളതാണ്. സ്നേഹത്തിന്റെയും പരസ്പരമുള്ളതായ ഉത്തമ ബന്ധത്തിന്റെയും അടിസ്ഥാനത്തിൽ ഇഴി അടുപ്പമുള്ള ഒരു ഉത്തമ കുടുംബമായിരുന്നു അവരുടേത്. അതിനേക്കാൾ കൂടുതലായിട്ട് അവർ പല സ്ഥലങ്ങളിൽ പോയി താമസിക്കുന്നുണ്ട്. റോമിലായിരുന്നു, കൊരിന്തിലെത്തി, പിന്നെയും എഫേസൂസിലെത്തി, റോമിൽ പോയി. എവിടെ ചെന്നാലും അവരുടെ ഭവനത്തിലാണ് അവിടുത്തെ ഇടവക കൂടി വന്നത്. അന്ന് പള്ളിയൊന്നുമില്ല. അന്ന് വിശ്വാസികൾ സമ്മേളിക്കുന്നത് ഇവരുടെ ഭവനത്തിലാണ്. ഇന്നത്തെ നമ്മുടെ അനുഭവത്തിൽ വിശ്വാസികൾക്ക് കടന്നു വരുവാനും ആശ്വാസം ലഭിക്കുവാനും ആത്മീയ പ്രചോദനം ഉൾക്കൊള്ളുവാനും ഒക്കെയും എവിടേക്കാണ് വരേണ്ടത്? ഒരു വൈദികന്റെ ഭവനത്തിൽ. അതിനർത്ഥമാണ് ഒരു മാനദണ്ഡം, അതിനനുസൃതമായിരിക്കുന്ന ഒരു ആത്മീയതയുടെ നിലവാരം വൈദികന്റെ ഭവനത്തിൽ ഉണ്ടായിരിക്കണം. ഒരു വലിയ ദിവ്യ അനുഭവമായിരുന്നു ഈ കുടുംബത്തിൻ്റെത്. അതുകൊണ്ട് നിങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു വരുന്നവർക്ക് ആശ്വാസവും ആത്മീയ പ്രചോദനവും അതുപോലെ തന്നെ നീർന്ന ഹൃദയവുമായി വരുമ്പോൾ വളരെ പുതുമയുള്ള അനുഭവത്തോട് മടങ്ങിപ്പോകുവാൻ ഒക്കെയുള്ള നിങ്ങളുടെ സമീപനവും നിങ്ങളുടെ സാന്നിധ്യവും നിങ്ങളുടെ കൂട്ടായ്മയും അത് പര്യാപ്തമായി തീരണം. എങ്കിൽ മാത്രമേ ഒരു വൈദികന്റെ കുടുംബധർമ്മം നിറവേറ്റി എന്ന് പറയുവാൻ കഴിയുള്ളൂ. രണ്ടാമത് അവർ ചെയ്ത മറ്റൊരു വലിയ കാര്യമുണ്ട്. മറ്റ് ക്രിസ്തീയ പ്രവർത്തകരെ പ്രോത്സാഹിപ്പിക്കുവാൻ തക്കവണ്ണം അവർ മുൻകൈയെടുത്തു. അങ്ങനെയാണ് അപ്പൊല്ലോസ് എന്ന് പറയുന്ന ഒരാൾ വാഗ്വൈഭവമുള്ളവരാണ്.
അവൻ ഈ പ്രവർത്തനത്തിൽ കൊള്ളാമെന്ന് കണ്ടു. അവനെ വിളിച്ചു, അവനെ അതിലേക്ക് വരുത്തി, അവന് വേണ്ടിയിരിക്കുന്ന ക്ലാസ് കൊടുത്തു. ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രബോധനത്തിൽ, വിശ്വാസത്തിൽ അവനെ വളർത്തി. ഇതുപോലെ തന്നെയാണ് ഒരു വൈദികന്റെ കടമയാണ് സഭ ശുശ്രൂഷയിലേക്ക് വരുന്ന യുവാക്കളെ പ്രോത്സാഹിപ്പിക്കുക, അവർക്ക് പ്രചോദനമാകുക. മറ്റൊരച്ഛൻ്റെ അടുക്കൽ ഒരു യുവാവ് എനിക്ക് സെമിനാരിൽ പോകണം എന്ന് പറഞ്ഞ് ചെന്നപ്പോൾ ആ അച്ഛൻ പറഞ്ഞത് എന്താണെന്ന് കൂടെ ചേർത്ത്, നേരത്തെ പണിയൊന്നുമില്ലോളാം, ഇത് ആരാണ് ഇപ്പൊ ഇതിലൊക്കെ പോകുന്നത്. ആ കൊച്ചിൽ നിരാശനായി മടങ്ങേണ്ടി വന്നു. ആ വൈദികന്റെ ഈ പ്രതികരണം കേട്ടിട്ട് അങ്ങനെയുള്ള വൈദികരും ഉണ്ട് എന്നുള്ള കാര്യം ഞാൻ വിസ്മരിക്കുന്നില്ല. അതുകൊണ്ട് രണ്ടുപേരുടെയും വലിയ ഉത്തരവാദിത്വമാണ്. കൊച്ചുമേന്നാണ് ഇനി വിളിക്കാൻ പോകുന്നത്, മസ്ക്യാമെന്നാണ് വിളിക്കുന്നത്. മസ്ക്യാമെന്ന് പറഞ്ഞ ഉടമ്പടിയുടെ പുത്രിയാണ്. ഒരു ഉടമ്പടിയും ആരുമായിട്ടും ചെയ്തിട്ടില്ല, ചുറ്റമാറ്റമായിട്ടേ ഉടമ്പടി ചെയ്യുന്നുള്ളൂ. അതിലാണ് മുദ്ര കൊടുത്തത്. എന്നാൽ സഭയുമായിട്ടുള്ള ഉടമ്പടി ചെയ്യുന്ന ഒരു അനുഭവം കൂടി ഉള്ളത് കൊണ്ടാണ് ഈ പേര് നൽകുന്നത്. എന്താ ഉടമ്പടി? കർത്താവിന് വേണ്ടി പ്രവർത്തിക്കും എന്നുള്ള ആ ഒരു ഉടമ്പടിയാണ്. അത് ഓർത്ത് രണ്ടുപേരും ഞങ്ങളുടെ കർത്തവ്യങ്ങളിൽ വ്യാപകരായി നല്ല സാക്ഷ്യം വഹിച്ചുകൊണ്ട് നിങ്ങളിലേക്ക് നോക്കി നിങ്ങളുടെ കുടുംബജീവിതം ഉത്തമ ദൃഷ്ടാന്തമായി ആളുകൾക്ക് പ്രചോദനമായി തീരുവാൻ. Let it be the first family of any parish where you are posted. നിങ്ങളായിരിക്കുന്ന ഇടവകയിലെ ഏറ്റവും ഉന്നതമായ നിലവാരം കുടുംബമായി തീരുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.
സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. സന്തോഷോല്ലാസങ്ങളോടുകൂടെ പ്രണയിക്ക് സ്തുതി പാടുകയും തിരുസന്നിധിയിലാഹ്ലാദിക്കുകയും ചെയ്യുമാറാകണമേ.
നിന്റെ കരുണയുടെ നിഴലിലും ദൈവത്തിന്റെ തന്നെല്ലാം പ്രാപിച്ചിരിക്കുന്ന ഇവരെയും അനുഗ്രഹിക്കണമേ. സകല പ്രവൃത്തികളിലും മുതലായണം ഇവർക്ക് സ്വസ്ഥതയും രക്ഷയും നൽകി ഇവരെ സന്തോഷിപ്പിക്കണമേ. നിന്റെ സത്യത്തിൽ തന്നെ ചരിക്കുവാനൊക്കണം നിന്റെ ന്യായപ്രമാണ മാർഗത്തിൽ ഇവരെ കാത്തു നയിച്ചു കൊള്ളണമേ. സ്വർഗരാജ്യത്തിലേക്ക് നയിക്കുന്ന നേർവഴിയിൽ കൂടി പ്രയാണം ചെയ്യുവാൻ ഇവർക്ക് കൃപ നൽകണമേ. ആത്മിക നഗരങ്ങളിൽ താല്പര്യമുള്ളവരും ആത്മശരീരങ്ങൾക്ക് പ്രയോജനകരമായ ദൈവിക വ്യാപാരങ്ങളിൽ ഏർപ്പെട്ട് ലാഭം ഉണ്ടാക്കുന്നവരുമായി ചെയ്യുവാൻ ഇവർക്ക് സംഗതിയാക്കണമേ. കർത്താവേ, ഇവർ നിത്യജീവനെ കാക്ഷിക്കുന്നവരും പാപമരണമുള്ളവരിൽ നിന്ന് വിദുരസ്ഥിരമായി വർദ്ധിക്കുമാറാകണമേ. നിന്റെ പരിശുദ്ധതയുടെ ഭാഗത്തേക്ക് അടുത്തു വരുവാൻ ശമിക്കപ്പെട്ടവനായ സാത്താന്റെ ദാസ്യത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുവാനും തക്കവണ്ണം ഇവരുടെ ഹൃദയങ്ങളെ സംയോജിപ്പിച്ചു കൊള്ളണമേ. സർവദാ സർവത്തിനു വേണ്ടി
പിതാവായ ദൈവത്തെ സ്തുതിക്കുകയും മശികായുള്ള സ്നേഹത്താൽ പരസ്പരം കീഴ്പ്പെടുകയും ചെയ്യുകയും സ്ത്രീകളെ നമ്മുടെ കർത്താവ് എന്ന പ്രകാരം നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരെ അനുസരിക്കുകയും എന്തെന്നാൽ മശിക സഭയുടെ തലയും ശരീരത്തിന്റെ രക്ഷിതാവുമാകുന്ന പ്രകാരം ഭർത്താവ് ഭാര്യയുടെ തലയാകുന്നു. സഭ മശികായി കീഴ്പ്പെടുന്ന പ്രകാരം തന്നെ ഭാര്യമാരും അവരവരുടെ ഭർത്താക്കന്മാർക്ക് സകലത്തിനും കീഴ്പ്പെടണം. ഭർത്താക്കന്മാരെ മശിക തന്റെ സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കുവാൻ വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി ഇത് അവളെ കലയോ ചുരുവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണിയായി തനിക്ക് തന്നെ സൃഷ്ടിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധിയുമായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ സ്വന്തം ശരീരങ്ങൾ എന്ന പോലെ ഭാര്യമാരെ സ്നേഹിക്കേണ്ടതാകുന്നു. ഭയത്തോടും മണക്കത്തോടും ചെവി കൊടുത്ത് നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. പിതാ
നിങ്ങളുടെ ജീവിതത്തിൽ പ്രീതിപ്പെട്ട് നിങ്ങളുടെ ബന്ധത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ.
സ്വർഗീയ മണവാളനായ മിശിഹാതമ്പുരാൻ യഥാർത്ഥമായ തന്റെ മണവാളത്താൽ നിങ്ങളുടെ മണവാളത്തിന് മുദ്രയിടട്ടെ. മിശിഹാദിന്റെ സഭയിലെന്നപോലെ നിങ്ങൾ അന്യോന്യം സന്തോഷിക്കുവാനാകട്ടെ. കരുണയുള്ള വലത്തുകൈവന്നാൽ നിങ്ങളെല്ലാം വസിച്ച് എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളട്ടെ. സമാധാന ദൂതൻ നിങ്ങളോട് കൂടെ ഇരുന്ന് ആകൽക്കരസായുടെ വഞ്ചനയിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കുവാനാകട്ടെ. മരണകരമായ അസൂയയിൽ നിന്ന് ദൈവം തമ്പുരാൻ നിങ്ങളെ കാത്തുകൊള്ളുകയും നിങ്ങളെ പരസ്പരം സന്തോഷിപ്പിക്കുകയും നിങ്ങളിൽ നിന്ന് ദുഃഖങ്ങളെ നീക്കിക്കളയുകയും ചെയ്യട്ടെ. അബ്രഹാം ഇസഹാക്ക് യാക്കോബിലും യാക്കോബ് യോസേഫിലും സന്തോഷിച്ച പ്രകാരം നിങ്ങൾക്കും സന്തോഷിക്കേണ്ടതിന് ഉത്തമ സന്താനങ്ങളെ കർത്താവ് നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. നിങ്ങൾ വർദ്ധിച്ചു പെരുകി ഭൂമിയിൽ നിറമീനെന്ന് പറഞ്ഞുകൊണ്ട് ദൈവം നോക്കിനും മക്കൾക്കുമായി നൽകിയ അനുഗ്രഹവും നിങ്ങളെ വസിക്കട്ടെ. ദൈവം അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും നൽകിയതായ അനുഗ്രഹവും നിങ്ങളിൽ വസിക്കട്ടെ. ആകാശത്ത് നിന്ന് മഞ്ഞും ഭൂമി ഉൽപ്പാദിപ്പിക്കുന്ന സർവ്വ സൽഫലങ്ങളും ദൈവം തമ്പുരാൻ നിങ്ങൾക്ക് നൽകട്ടെ. നിന്റെ പിതാവിന്റെ ദൈവം നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബ് തന്റെ പുത്രനായ യോസേഫിന് നൽകിയതായ അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുകയും അവിടുത്തെ ഇഷ്ടമാചരിക്കുകയും ചെയ്തിട്ടുള്ളവരുടെ അനുഗ്രഹം നിങ്ങളിലും ഇവന്റെ പിതാവിന്റെ കൈകളാൽ നിങ്ങളുടെ തലയിൽ വയ്ക്കപ്പെട്ടതായ കിരീടങ്ങളിൽ വസിക്കുമാറാകട്ടെ. കർത്താവിന്റെ നാമം നിങ്ങളുടെ മേൽ വെടിക്കപ്പെട്ടിരിക്കുന്നതിനാൽ എല്ലാ ജാതികളും സന്തോഷിച്ച് മഹത്വം പാടുമാറാകട്ടെ. ഐശ്വര്യങ്ങൾ കൊണ്ടും സമ്പാദ്യങ്ങൾ കൊണ്ടും സർവ്വവിധ സൗഭാഗ്യങ്ങൾ കൊണ്ടും ദൈവം തമ്പുരാൻ നിങ്ങളെ സമ്പന്നരാക്കുകയും ആ പാപിനിയോടെന്ന പോലെ നിങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കുകയും ചെയ്യട്ടെ. വലതുഭാഗത്തെ കടലെ പോലെ നിങ്ങളും സ്വർഗരാജ്യ അവകാശികളായി ഭവിക്കട്ടെ. അവരെല്ലാവരുടെയും മരിച്ചുപോയ പാപപരിഹാരം പ്രാപിക്കുകയും ചെയ്യട്ടെ. മെസ്രയിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്ന മണവാട്ടിയോട് ഉടമ്പടി ചെയ്യുവാനായി സീനായി മലയിറങ്ങിയ ആ മഹോന്നതൻ നിങ്ങളെയും നമ്മുടെ ഈ സംഘം മുഴുവനെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതികരേറ്റാം. Amen.
അങ്ങനെയാകുന്നു അറിയാത്തവന് കുർബാനയെല്ലാം നിങ്ങൾ നൽകുന്നത്. പിതാവേ, സമയം മുതൽ ഞാൻ നിങ്ങളെ പരസ്പരം പ്രകടിപ്പിക്കുന്നു. ദൈവപ്രായങ്ങൾ ചെയ്യുന്നതിനും ഞാൻ നിരവധിയായിരിക്കും. പട്ടക്കാരനും മാഷന്മാരും ക്ഷണിക്കപ്പെട്ടവരും ക്ഷണിച്ചവരും ദൈവത്തിലും സമൃദ്ധിയായി ആവശ്യിക്കുന്നവരാകട്ടെ. ആരോഗ്യം ചെയ്തിട്ടുള്ള സർവവിശുദ്ധവും പ്രാപ്തിയും പ്രവർത്തനമായ കർത്താവായ നിങ്ങൾ ആവശ്യപ്പെടുന്നവരാകട്ടെ. വീണ്ടും വിശ്വാസികളെ, ഈ കൽപ്പനകൾ നിങ്ങൾക്ക് എല്ലാവർക്കുമായിട്ടാകുമോ എന്നറിയുകയും നിങ്ങൾ പലർന്നും അവന്റെ ഭാര്യയോടുള്ള ബന്ധം എങ്ങനെയായിരുന്നു നല്ലവണ്ണം ശ്രദ്ധിക്കുകയും ഭാര്യ സ്വന്തം ആളുകളെ പിടിഞ്ഞ് ഭർത്താവുമായി ചേർന്ന് ഒന്നായി തീർന്നിരിക്കുന്നു. ആകയാൽ ഭർത്താവ് ഭാര്യയെ പ്രീതിപ്പെടുത്തുകയും അവളോട് ദൈവമുള്ളവരായിരിക്കുകയും ചെയ്യണം. പ്രകാരം ഭർത്താവിന്റെ ബന്ധങ്ങൾ നിർവഹിക്കുവാൻ കടപ്പുറങ്ങളാകുന്നു. എല്ലാ കാര്യങ്ങളിലും സ്നേഹത്തോടും കൂടി ഭാര്യ ഭർത്താവിന്റെ അടുക്കൽ വർദ്ധിക്കണം. നമ്മുടെ ഭർത്താവായ ശിശുവിനായ കൃപ നിങ്ങളിലും ഞങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.
കുഞ്ഞിളം പൂന്തെന്നലായി തഴുകിടും ദൈവമെൻ ജീവനിൽ ഓസ്തിയായി ഇന്നുമെന്നും എൻ്റെ ഉള്ളിൽ വാണിടുന്നു നായകൻ. എല്ലാം നന്മയ്ക്കായി മാറ്റിടുന്നു, എന്നെ കാത്തിടും ദൈവം, എന്നെ കരുതിയിടും. എല്ലാം നന്മയ്ക്കായി മാറ്റിടുന്നു, എന്നെ കാത്തിടും ദൈവം, എന്നെ കരുതിയിടും. കുഞ്ഞിളം പൂന്തെന്നലായി തഴുകിടും ദൈവമെൻ ജീവനിൽ. അന്ധകാരവീഥിയിലെന്നും പാവനനാളം ശോഭയായി നൽകിടും. അന്ധകാരവീഥിയിലെന്നും പാവനനാളം ശോഭയായി നൽകിടും. തൻ്റെ ചിറകിൻ കീഴിലെന്നും കാത്തിടുന്നു നല്ല ദൈവം. ഇടയനവനല്ലോ, വഴിയുമവനല്ലോ, ഭീതിയില്ല തെല്ലുമുള്ളിൽ കൂടെയുണ്ടല്ലോ നാഥൻ, കൂടെയുണ്ടല്ലോ. എല്ലാം നന്മയ്ക്കായി മാറ്റിടുന്നു, എന്നെ കാത്തിടും ദൈവം, എന്നെ കരുതിയിടും. കുഞ്ഞിളം പൂന്തെന്നലായി തഴുകിടും ദൈവമെൻ ജീവനിൽ. ഭൂമിയിൽ വിമോചകനായി പാലകനായി വാണിടും പാവനൻ. ഭൂമിയിൽ വിമോചകനായി പാലകനായി വാണിടും പാവനൻ. സ്വന്ത ജീവൻ നൽകി നമ്മെ വീണ്ടെടുത്തു സ്നേഹരൂപൻ. ജീവനവനല്ലോ എന്നും ശാന്തിയവനല്ലോ,
സ്നേഹം കൊണ്ടൊരു വീട് പണിയാം, ദൈവസ്നേഹം കൊണ്ടൊരു വീട് പണിയാം. ദൈവം സ്ഥാപിച്ച തിരുക്കുടുംബം പോൽ സ്നേഹം കൊണ്ടൊരു വീട് പണിയാം. സ്നേഹം കൊണ്ടൊരു വീട് പണിയാം, ദൈവസ്നേഹം കൊണ്ടൊരു വീട് പണിയാം. ദൈവം സ്ഥാപിച്ച തിരുക്കുടുംബം പോൽ സ്നേഹം കൊണ്ടൊരു വീട് പണിയാം. ദൈവത്തോടനുവാദം ചോദിക്കണം, ദൈവത്തിൻ ഹിതം തിരിച്ചറിയണം. ദൈവത്തിൽ ദൃഢമായ വിശ്വാസത്താലെ അടിത്തറ നന്നായി പണിയണം. ത്യാഗത്തിൻ ഭിത്തികൾ ഉയർത്തേണം, ക്ഷമ കൊണ്ടു മേൽക്കൂര ഒരുക്കേണം. പരസ്പര സ്നേഹത്തിൻ വെട്ടം നിറയ്ക്കാൻ വാതായനങ്ങൾ തുറക്കേണം. സ്നേഹം കൊണ്ടൊരു വീട് പണിയാം, ദൈവസ്നേഹം കൊണ്ടൊരു വീട് പണിയാം. ദൈവം സ്ഥാപിച്ച തിരുക്കുടുംബം പോൽ സ്നേഹം കൊണ്ടൊരു വീട് പണിയാം. വീടിനു
പകർന്നിടുവാൻ വിശുദ്ധി തൻ വെഞ്ചായം പൂശേണം. പരിശുദ്ധാത്മാവിൻ ദാനഫലങ്ങൾ തൻ തിരുനാളം വീട്ടിൽ പ്രകാശിക്കണം. എളിമ തന്നങ്കണം പണിയണം. സഹനത്തിൻ മണലതിൽ വിരിച്ചിടണം. വീടിൻ്റെ ഉള്ളിലും മുറ്റത്തും തൊടിയിലും പ്രാർത്ഥന സൗരഭ്യമൊഴുക്കേണം. സ്നേഹം കൊണ്ടൊരു വീട് പണിയാം. ദൈവസ്നേഹം കൊണ്ടൊരു വീട് പണിയാം. ദൈവം സ്ഥാപിച്ച തിരുക്കുടുംബം പോൽ സ്നേഹം കൊണ്ടൊരു വീട് പണിയാം. സ്നേഹം കൊണ്ടൊരു വീട് പണിയാം. ആകാശവും ഭൂമിയും നിർഗണിക്കുന്ന ബലവാനായ ദൈവമേ നീ വിശുദ്ധമുള്ളവനാകുന്നു. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, കുറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. ശുദ്ധമുള്ള റൂഹ, ശുദ്ധമുള്ള ഭവനങ്ങളായി ഞങ്ങളെ ദൈവത്തിൻ്റെ സ്നേഹവും ധനയാജനാഥത്തിൻ്റെ പരിശുദ്ധ റൂഹായുടെ സംബന്ധവും എല്ലാവരോടും കൂടെ ഇന്ന് വിവാഹത്തിലേക്ക് കടന്നിരിക്കുന്ന എൻ്റെ പുത്രങ്ങളോടുകൂടി എല്ലായ്പ്പോഴും ഉള്ളവരുണ്ടായിരിക്കും.